ലലട്ട ലലലലലലലലട്ട. ഹായ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ആദ്യത്തെ ഒരു സോങ് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ലാലേട്ടൻ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. നമ്മുടെ ഡെസേർട്ടാണ്. നമ്മുടെ എന്താണ് ഇപ്പോഴൊക്കെ യൂട്യൂബിലൊക്കെ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ, നമ്മുടെ ലാലേട്ടൻ സ്പെഷ്യൽ റെസിപ്പി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ റെസിപ്പി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പൊ അതിനുവേണ്ടി ഞാൻ എന്താ ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ബട്ടർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ബട്ടർ വെച്ചാണ് തയ്യാറാക്കാനാണ് നമ്മുടെ ലാലേട്ടൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ലാലേട്ടൻ പറഞ്ഞ അതേ മെത്തേഡിലും അതേ ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് തന്നെയാണ് കേട്ടോ ഈ റെസിപ്പി തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മസ്റ്റ് ആയിട്ടും കണ്ടിട്ട് തയ്യാറാക്കി നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് കമന്റ്സ് ആയിട്ട് അറിയിക്കുകയും ചെയ്യണം കേട്ടോ. അപ്പൊ നമ്മുടെ ബട്ടർ ഇതാ കംപ്ലീറ്റ് നല്ലോണം മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോ നേന്ത്രപ്പഴങ്ങളായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാമേ. ഞാനിവിടെ രണ്ടെണ്ണമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പൊ 2 നേന്ത്രപ്പഴം അരിഞ്ഞത് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 2 സൈഡ് നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അതായത് അതിന്റെ ആ നിറം ഒന്ന് മാറി കിട്ടൂല, ആ ഒരു പരുവത്തിൽ നമുക്ക് ഇതൊന്ന് റെഡിയാക്കി എടുക്കാമേ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ നല്ല റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ. നമ്മൾ എന്താണ് ചില സമയങ്ങളിൽ നമുക്ക് തോന്നൂലേ നല്ലൊരു മധുരം കഴിക്കണമെന്നൊക്കെ തോന്നൂലേ. അപ്പൊ ആ സമയത്ത് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. കൂടാതെ നമ്മുടെ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്തൊക്കെ പെട്ടെന്ന് അവർക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അതുമാത്രമല്ല, പെട്ടെന്ന് ഏതെങ്കിലും അതിഥികളൊക്കെ നമ്മളെ വീട്ടിൽ കയറി വരുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും ഒരു സ്വീറ്റ് കൊടുക്കണമെന്ന് തോന്നൂലേ. അപ്പൊ ആ സമയത്ത് നമുക്ക് ഈസി ആയിട്ട് ഒരു 5-10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ല റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട്. പിന്നെ ഈ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നാൽ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് കമന്റ്സ് ആയിട്ട് അറിയിക്കുകയും ചെയ്യണം കേട്ടോ. അപ്പൊ മുൻപോട്ടൊക്കെ ഒരുപാട് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയതും നമ്മുടെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിനൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല നല്ല റെസിപ്പീസ് ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതെല്ലാം ഒന്ന് കയറി കാണുകയും സപ്പോർട്ട് ചെയ്യുകയും നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് കമന്റ് ആയിട്ട് അറിയിക്കുകയും ചെയ്യണം കേട്ടോ. മറന്നു പോവല്ലേ. അപ്പൊ നമ്മുടെ നേന്ത്രപ്പഴം 2 സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചൊക്കെ ഇട്ട് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഒരു ചെറിയ ശർക്കര ചെറുതായിട്ട് എന്താണ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പൊ അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു 1/2 കപ്പ് വരും കേട്ടോ. അപ്പൊ 1/2 കപ്പ് ശർക്കര നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഏലക്ക പൊടിയാണ് ആഡ് ചെയ്യുന്നത്. ഏലക്ക പൊടിയുടെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പൊ ഏലക്ക പൊടിയുടെ ഇടുമ്പോൾ നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പൊ നമ്മള് എല്ലാവർക്കും അറിയാലോ, നമ്മളെ ഒരു മധുരവും ഒക്കെ കഴിക്കുന്ന സമയത്ത് ഈ ഏലക്കയുടെ മണം നല്ല ടേസ്റ്റ് അല്ലേ. അപ്പൊ അത് ആ മണം അടിക്കുമ്പോൾ തന്നെ നമുക്കൊരു എന്താണ് നല്ലൊരു റെസിപ്പിയുടെ ഒരു മണം കിട്ടും അല്ലേ. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഏലക്ക നമുക്ക് ആഡ് ചെയ്യാം. ഞാൻ പറയല്ലോ, നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. നമ്മുടെ ശർക്കരയൊക്കെ നല്ലോണം ഒന്ന് ഉരുകി റെഡിയായി വരണം കേട്ടോ. അതും നമ്മുടെ നേന്ത്രപ്പഴത്തിനോടൊപ്പം ചേർന്ന് നല്ല സെറ്റായി വരണം. അപ്പൊ അതിനുശേഷം നമുക്കിതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം കേട്ടോ. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. ലാലേട്ടനെ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും മസ്റ്റ് ആയിട്ട് നമ്മുടെ ലാലേട്ടാ ലലേട്ടാ എന്ന പാട്ടും പാടിക്കൊണ്ട് ഈ പാട്ട് പാടി തീരുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ റെസിപ്പി റെഡി ആയി തീരും. അപ്പൊ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ ദാ നമ്മുടെ ശർക്കര എല്ലാം ഉരുകി അതിനോടൊപ്പം നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് ഞാനൊരു അരമുറി തേങ്ങ ചിരുകിയത് ഇടുന്നുണ്ട് കേട്ടോ. അതും കൂടെ ഇട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാമേ. അതെല്ലാം ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റാം കേട്ടോ. ഇനി പാത്രത്തിലോട്ട് മാറ്റുന്നതിന് മുൻപ് ഇതിൽ നമുക്ക് റം ചേർക്കണമെന്നാണ് ലാലേട്ടൻ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഞങ്ങളാരും റം കഴിക്കാത്തത് കൊണ്ട് ഞാൻ ഇതിൽ ചേർക്കുന്നില്ല. ഇനി നിങ്ങളുടെ കയ്യിൽ ആരെങ്കിലും കയ്യിൽ ഉണ്ടെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ച് റമ്മും കൂടെ ചേർത്ത് കഴിക്കാൻ കേട്ടോ. അതാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഉപയോഗിക്കാത്തതുകൊണ്ട് അത് ചേർക്കുന്നില്ല. അത് ഞാൻ ഇവിടെ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഉപയോഗിക്കുന്നവരാണെങ്കിൽ എന്ത് ചെയ്യാം, അത് ചേർക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ആണ് എന്നാണ് പറയുന്നത് കേട്ടോ. ഞാൻ കഴിച്ചിട്ടില്ല. പക്ഷെ ആ റം ഇല്ലാതെ തന്നെ ഇത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഗംഭീര ടേസ്റ്റ് ആണ് കേട്ടോ. മസ്റ്റ് ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ അതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ നമ്മുടെ ഐസ്ക്രീം ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ വാനില ഐസ്ക്രീമാണ് എടുത്തിട്ടുള്ളത്. അപ്പം അത് ഇവിടെ 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ കണ്ടോ, ഒരു കളർഫുൾ അല്ലേ. കളർഫുൾ എന്ന് മാത്രമല്ല കേട്ടോ, കാണാനും കഴിക്കാനും അതിന്റെ മണവും എല്ലാം ഗംഭീരമാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ഇതൊന്ന് കഴിച്ചു നോക്കാം. അപ്പൊ നമ്മുടെ ഐസ്ക്രീമും നമ്മൾ തയ്യാറാക്കിയ നമ്മുടെ ശർക്കരയുടെയും ഏലക്കയുടെയും നേന്ത്രപ്പഴവും എല്ലാം കൂടെ കണ്ടോ സെറ്റ് ആയിരിക്കുന്നത് കണ്ടോ. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക.